പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎയിലേക്ക് ഈ മാസം 15-ാം തീയതി അദ്ദേഹം യുഎയിലേക്ക് എത്തും. പ്രധാനമായും പ്രാദേശിക രാജ്യാന്തര വിഷയങ്ങളിൽ ചർച്ച ചെയ്യുമെന്നതാണ് സൂചന. സന്ദർശനത്തിനിടെ തന്നെ യുഎഇ പ്രസിഡന്റുമായി നിർണായക കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യങ്ങളും പ്രാദേശിക സുരക്ഷാ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ അവിടെ ഉയർന്നേക്കുമെന്നതാണ് നയതന്ത്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ യുഎഇ ബന്ധത്തിൽ നിർണായക വഴിത്തിരിവാകുന്ന സന്ദർശനം തന്നെയായിരിക്കും ഇതെന്നും വിലയിരുത്തലായി തന്നെ പുറത്തുവരുന്നുണ്ട്. മെയ് 15 മുതൽ 20 വരെ നീളുന്ന ലോക പര്യടനത്തിന്റെ തുടക്കത്തിലാണ് യുഎഇ സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. 5 രാഷ്ട്രങ്ങളാണ് അദ്ദേഹം ആദ്യം പര്യടനത്തിൽ സന്ദർശിക്കുന്ന ആദ്യ രാജ്യങ്ങളിൽ ഇവിടെ യുഎഇ ഇടം പിടിക്കുകയാണ്. മാത്രമല്ല, മേഖലയിൽ ഉണ്ടായ സംഘർഷത്തിൽ പരസ്പരം വലിയ പിന്തുണയാണ് ഇന്ത്യയും യുഎഇയും നൽകിയിരിക്കുന്നത്. അതേപോലെ ഇറാൻ അമേരിക്ക സംഘർഷത്തെ തുടർന്നുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇന്ധന നീക്കം അത് തടസ്സപ്പെട്ടത് ഇന്ത്യക്ക് വലിയ ആശങ്കയായി തന്നെ മാറുകയാണ്. വിദേശ കറൻസി കരുതൽ ശേഖരത്തിനും ഊർജ്ജ സുരക്ഷയ്ക്കും വെല്ലുവിളി ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഈ മാസം 15-ന് യുഎയിലേക്ക് എത്തുന്നതും. ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരായ യുഎയുമായി തന്നെ ദീർഘകാല ഊർജ്ജ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ഒരു സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമായി തന്നെ പറയുന്നത്. യുഎഇ പ്രസിഡന്റുമായി നടക്കുന്ന നിർണായക ചർച്ചയിൽ എണ്ണ വിതരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാര സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ മുൻനിരയിൽ തന്നെ ചർച്ചാ വിഷയമായി തന്നെ മാറും. ഹരിത ഹൈഡ്രജൻ, അതേപോലെ തന്നെ പുനരുപയോഗ ഊർജം, ശുദ്ധ ഊർജ്ജ സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ പോലും പുതിയ കരാറുകൾ ഒപ്പിടാനും സാധ്യതയുണ്ട് എന്നതാണ് സൂചന. ആഗോള ഇന്ധന പ്രതിസന്ധിക്കിടെ തന്നെ ഇന്ത്യ യുഎഇ ബന്ധത്തിൽ നിർണായക മുന്നേറ്റമാകുമെന്നതാണ് രാഷ്ട്രീയ സാമ്പത്തിക നിരീക്ഷകരടക്കം വിലയിരുത്തുന്നതും. അതേപോലെ തന്നെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ രാജ്യത്തെ ഇന്ധന ഉപയോഗത്തിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന ആഹ്വാനമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. അതേപോലെ തന്നെ മെട്രിക്കൽ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുവാനും വർക്ക് ഫ്രം ഹോം രീതികൾ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. വിദേശ വിനിമയ ശേഖരം അവിടെ സംരക്ഷിക്കുന്നതിനായി തന്നെ അതിന് ആവശ്യമായ വിദേശ യാത്രകൾ, അതായത് അനാവശ്യമായി വരുന്ന വിദേശ യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കുവാനും അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഉണ്ടാകുമെന്ന ആശങ്കകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വന്നിരുന്നു. രാജ്യത്ത് ആവശ്യത്തിന് ഇന്ധന ശേഖരമുണ്ടെന്നും വിതരണ ശൃംഖലയിൽ തടസ്സം ഉണ്ടാകാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ചേർന്ന മന്ത്രിതല സമിതി യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതും. യുഎയിലെ 45 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമവും അവിടുത്തെ സന്ദർശനത്തിനും ഈ ഒരു രീതി ഇവിടെ ചർച്ചയായി മാറുകയാണ് ചെയ്യുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചിരിക്കുന്ന വേളയിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ നിർണായക വഴിത്തിരിവാകും എന്ന് തന്നെയാണ് ഇവിടെ വിലയിരുത്തലായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.